ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാരാ ഈ കോൾ വിളിച്ച ഗാഥ? അതെ, ഈ ഗാഥയെ വേറൊരു ഗാഥ എവിടുന്നാ വിളിച്ചത്? എന്റെ ഫോണിങ് തന്നെ തരൂ. തരാനല്ലേ പറഞ്ഞ? നിർമ്മലേ, എന്താ ഇവിടെ? മര്യാദക്ക് സത്യം പറഞ്ഞോ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഈ വിളിച്ചിരിക്കുന്ന ഗാഥ ആരാ? എന്താ പറയുന്നത് ഞാനൊന്ന് കേക്കട്ടെ. എന്താ നിർമ്മല നിന്റെ സംശയം? അവരൊരു വഴിക്ക് പോവാൻ നിക്ക. വെറുതെ സമയം മെനക്കെടുത്താതിരിക്കും നിർമ്മലേ. മെനക്കെട്ടാ ഉപകാരപ്പെടുന്ന കാര്യ സുമിത്രേ. ഇപ്പൊ തന്നെ ഗാഥയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. വിളിക്കുന്ന ആളുടെ പേരറിയോ? ഗാഥ. അതിനെന്താ? എനിക്ക് സുമിത്ര എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ. അവൾ എന്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണല്ലോ. അവൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത് അങ്ങനെയൊന്നും അല്ല. ഈ പേരിന്റെ പുറകില് എന്തോ ഒരു ചതിയുണ്ട്. എന്റെ നിർമ്മലേ, നേരം വെളുത്തിട്ടേ ഉള്ളൂ. സൂര്യനൊന്ന് നേരെ ചൊവ്വെ ഉദിച്ചു വന്നോട്ടെ. എന്നിട്ട് പോരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മോളെ, വേഗം നീ ഇറങ്ങാൻ നോക്കി. നിർമ്മല ഇവിടെ നിന്നത് മതി, പോരാ നോക്കി. നിർമ്മലയോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? നോക്കിക്കോട്ടെ. നിർമ്മല ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വാ, വരാൻ. ഇറങ്ങി ഇങ്ങോട്ട് പോ. നിർമ്മലേ, എന്താ? പിള്ളേർക്കൊരു ഇഷ്ടക്കേടാണ് തോന്നുന്നെങ്കിലേ അതങ്ങ് മാറും. പക്ഷെ അവർക്ക് വെറുപ്പ് തോന്നിയാ അത് ഈ ജന്മം മാറില്ല, കേട്ടല്ലോ. ഓ, ഞാൻ ആരെയും വെറുപ്പിക്കാനൊന്നും വരുന്നില്ലേ. ഹലോ. ഓ, ഇത്രയും നേരം ബെല്ലടിച്ചിട്ടും എന്താടി ഫോൺ എടുക്കാതിരുന്നേ? മാഡം, അത് എന്റെ ചുറ്റിനും ആൾക്കാരുണ്ടായിരുന്നു. ഇന്നല്ലേ നിന്റെ കൈകുട്ടിക്കളി? കൈകുട്ടിക്കളിയോ? പിന്നെ അല്ലാതെ. സർക്കാർ പ്രതിനിധികൾക്ക് മുന്നിൽ നീ നടത്തുന്ന കാര്യത്തിന് അതിൽ കൂടുതൽ എന്താ ഞാൻ വിശേഷിപ്പിക്കേണ്ടത്? നീ എന്തിനടി ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെട്ടത്? ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോയാ അത് മാത്രം ചെയ്താ പോരെ? ഓ, നീയല്ലേ ഇവിടുത്തെ സർക്കാരിന് വഴി കാണിച്ചു കൊടുക്കുന്നത്. നോക്കൂ ഗാഥ, നവീൻ ഒരു ദിവസം ഒരു സ്ഥലം കാണിച്ചു തന്നിട്ട് എന്നോട് അതിനെ കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറയുകയും ചെയ്തു. അത് ഇത്രയ്ക്കും വലിയ പുലിവാലാവുന്ന് ഞാൻ കരുതിയില്ല. എന്നിട്ടിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ പഠിപ്പിച്ചു തന്നതല്ലാതെ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം ഉണ്ടോടി നിനക്ക്? വേണ്ട. അവിടെ വരുന്ന ഒഫീഷ്യൽസ് നിന്റെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോ അത് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടോടി കഴുതേ നിനക്ക്? ഗാഥ, എന്താ മമ്മി മിണ്ടാതിരിക്ക. ഗാഥ മാഡം, ഞാനൊരു കാര്യം പറയട്ടെ. പല സമയത്തും എന്റെ സ്ഥാനത്ത് ഗാഥ മാഡം തന്നെ വന്ന് നിന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ പറ്റുമെങ്കില് ഈ പ്രാവശ്യവും ഈ ഒരു കാര്യത്തിന് ഗാഥ മാഡം പോണം. ഗാഥ മാഡത്തിന്റെ സ്റ്റൈലും വിദ്യാഭ്യാസവും ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടാ. അവിടെ പറയേണ്ട കാര്യങ്ങൾ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ മാഡം, ഇത്രയും വലിയൊരു കരാറ് കളരിക്കൽ കുടുംബത്തിന് കിട്ടുന്നതിന് ഗാഥമേടാണ് കാരണമെന്ന് പറയുന്നതേ എത്ര നല്ലതാ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. മാഡത്തിന് എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്കൊന്ന് വരാൻ പറ്റുമോ?
അത്തെ. മാഡം വരുന്നുണ്ടോ അങ്ങോട്ടേക്ക്? എനിക്കേ വരാൻ സൗകര്യമില്ല. നീയായിട്ടുണ്ടാക്കിയ കുരുക്ക് നീ തന്നെ അഴിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെയോ എന്റെ മമ്മിയുടെയോ പേരിന് ഒരു കോട്ട നീ ഉണ്ടാക്കിയ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാന്ന് കരുതണ്ട. നിനക്കുണ്ടാവുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. മാഡം മാഡം കൃഷ്ണ ഒരുപാട് നിർബന്ധിച്ചല്ലേ? ഗാഥ മാഡത്തിന് വേണമെങ്കിൽ പങ്കെടുക്കായിരുന്നല്ലോ. ഞാൻ എവിടേക്കെങ്കിലും പോണെങ്കിൽ അത് അവളാണോ തീരുമാനിക്കുന്നത്? സിനിച്ചേച്ചിയോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജീവിച്ചിട്ട് ഇവിടുത്തെ ശമ്പളം വാങ്ങിച്ചിട്ട് അവളോട് കൂറ് കാണിക്കരുതെന്ന്. ആവർത്തിക്കണോ ഞാനത്? കൃഷ്ണ പകരം പോവാൻ പറയൂന്ന് കരുതി അതിന്റെ ചമ്മല മോക്കം. എനിക്ക് മനസ്സിലായി മാം. എന്ത് പറ്റിയമ്മേ? ചില കാര്യങ്ങൾ കണ്ടു ഒളിഞ്ഞു നോക്കാൻ പോയതാ. അമ്മയുടെ മൂക്കിന് എന്താ പറ്റിയേ? അതിന് പണി കഴിഞ്ഞെന്നാ തോന്നുന്നേ. എന്തൊരു വേദനയാ. എന്തിനു ചെന്നാ തലയിട്ടെ? അമ്മയ്ക്ക് വേറെ ഒരു ജോലിയും ഇല്ലേ? നീ ഒരുത്തി പറയുന്ന നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിട്ടാ ഞാൻ ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നെ. എന്നിട്ട് അവൾ ചോദ്യം കേട്ടോ. അമ്മേ. അതെ, ഗാഥയുടെ ഫോണിൽ ഇപ്പൊ ഒരു കോള് വന്നു. അത് ഗാഥയുടെ തന്നെ കോളാ. ഉദയായിട്ട് 2 ഗാഥയുണ്ടെന്ന് പറയുന്നതിൽ എന്തോ ഒരു സത്യമുണ്ട്. അവൾക്ക് ഗാഥ എന്ന പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്നാ പറയുന്നേ. അതുണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ 2 ഗാഥ ഉണ്ടോന്ന് കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഗാഥ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കണം. എന്തോന്ന്? എനിക്കൊന്നും അറിഞ്ഞൂടാ. തലയ്ക്ക് കിട്ടിയത് ഫലിച്ചു എന്നാ തോന്നുന്നത്. ഇനി സഹിക്കാൻ പാടാ.